I was acting. ഉയ്യോ, രാവിലെ എണീക്കുന്നു, അടിക്കുന്നു, മടക്കുന്നു, തുടക്കുന്നു, വിരിക്കുന്നു, എല്ലാം ഒരു ആക്ടിംഗ് ആയിരുന്നു കേട്ടോ. ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായ സോപ്പിടൽ. എന്തിനാന്നല്ലേ, അത് നിങ്ങൾക്ക് ഇത് വഴിയെ മനസ്സിലാവും. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗേൾസ് ഗ്യാങ് ഉണ്ട്, കസിൻസ്. കഴിഞ്ഞ ഡിസംബർ മുതൽ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു ഗേൾസ് ട്രിപ്പ്. ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടായതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ, എപ്പോഴും പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ, ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവാറില്ല. അങ്ങനെതാ നീണ്ട കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് സംഭവിക്കാൻ വേണ്ടി പോവാണ്. അതെ, ഒരു ഗേൾസ് ഒള്ളി ട്രിപ്പ്. വീട്ടുകാരുടെ പെർമിഷനൊക്കെ മുന്നേ കിട്ടിയതാണെങ്കിലും പോകുന്ന ദിവസം രാവിലെ എണീറ്റ് ഒരു പണിയെടുക്കൽ പ്രഹസനം അതവര് ഒന്നുകൂടെ സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ ഒരു സോഫ്റ്റ് ആക്കൽ ചടങ്ങാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. ആഹാ, ഗേൾസ് ഒള്ളി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുരുഷനെ അല്ലേ ആ കാണുന്നത്? 4 ആളിലെ മൂത്തയാളുടെ ഒരേ ഒരു പുത്രൻ. ചെക്കൻ സമ്മതിക്കുന്നില്ലടോ, പിന്നൊന്നും നോക്കിയില്ല, കൂടെ കൂട്ടി. ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. സാധനങ്ങളൊക്കെ കെട്ടിപ്പുറക്കി നമ്മൾ 3 പേരും വണ്ടിയെടുത്ത് നേരെ കണ്ണൂരേക്ക് വന്നു. ഒരാള് കോഴിക്കോടാണുള്ളത്, കക്ഷി അവിടുന്ന് ജോയിൻ ചെയ്യും. കാർ കണ്ണൂർ ഒരു പാർക്കിംഗ് സ്പേസിൽ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള വോൾവോ ബസ് പിടിച്ചു. ഉയ്യോ, ഒരു വല്ലാത്ത ജാതി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തുകൊണ്ടും ഒരു ലക്ഷറി ഫീൽ തരുന്ന ഒരു അനുഭവം. ഞാൻ ആദ്യമായിട്ടാണ് സ്ലീപ്പർ ബസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു കേട്ടോ. വളരെ സ്പേഷ്യസ് ആണ്, നമുക്ക് ഒരു ഡിസ്കംഫർട്ടും ഇല്ല, ആൻഡ് ഓൾസോ ലൈക്ക് വെരി വെൽക്കമിങ്. BKV ട്രാവൽസിന്റെ ബസ്സായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും വെൽക്കം കിറ്റ് ഉണ്ടായിരുന്നു. വെള്ളം, പീനട്ട് ക്യാൻഡി, ടിഷ്യൂ പേപ്പർ, വെറ്റ് വൈപ്സ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു കിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ എന്തോ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിവേ, ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അതിലെ ഏറ്റവും അടിപൊളിയായത്, കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നവര് ഒരിക്കലും ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം അവരുടെ TV-യിൽ അവർ ഓൾറെഡി കാർട്ടൂൺസും മൂവീസും പാട്ടുകളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ കോഴിക്കോട് എത്തിയപ്പോൾ നമ്മുടെ 4ാമത്തെ ആള് ജോയിൻ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ യാത്രയുടെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തു. തീറ്റ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എവിടെയാ പോകുന്നത് എന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല അല്ലേ? പറയാം, ഇപ്പോഴല്ല, അടുത്ത വീഡിയോയില്. ചെറിയൊരു സസ്പെൻസ് ഇരിക്കട്ടെ. അങ്ങനെ ഒരു ബിരിയാണി കഴിച്ച് നമ്മൾ ഇറങ്ങി. ഇനിയുള്ള വിശേഷം നാളെ കാണാം. ബൈ.